ഇന്ന് നമുക്ക് തീരെ പെർഫെക്റ്റ് അല്ലാത്ത എൻ്റെ ഒരു ചടപട എന്നുള്ള ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ. അപ്പം ട്രെയിൻ വരാനായിട്ട് അരമണിക്കൂറും വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് ഒരു 10-15 മിനിറ്റും കൂടെ ഉള്ളൂ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുക്കണമെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തെടുത്ത ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വീട്ടുകാർ വന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആദ്യം തന്നെ ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്ത്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സൺസ്ക്രീൻ ആണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഈ ഒരു സൺസ്ക്രീൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഞാൻ കുറച്ച് ആളും വിട്ടായിരുന്നു. അപ്പം ഈ സൺസ്ക്രീൻ ടച്ചിൻ്റെ ഒരു സൺസ്ക്രീനാണ്, വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല, പക്ഷേ ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര ഒരു കെമിക്കൽ മണോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ക്രീം കൂടെ ഇട്ട് കൊടുത്ത്, പിന്നെ അത് കഴിഞ്ഞ് ലിപ് ബാം ഇട്ട് കൊടുത്ത്, ലിപ് ലൈനർ വെച്ചൊന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ലിപ് ലൈനർ മാൾസിൻ്റെ ആയിരുന്നു, ലിപ്സ്റ്റിക്ക് മാൾസിൻ്റെ തന്നെ സിൻഫുൾ സട്സ് എന്ന് പറഞ്ഞൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും എൻ്റെ അനിയത്തിയുടെ കയ്യിലൊരു നല്ലൊരു ബ്രൗൺ ലിപ് ലൈനർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ചുമ്മാ ഒന്നുകൂടെ ഞാൻ ലൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ നല്ലൊരു ബ്രൗൺ കളർ കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണെഴുതി കൊടുത്ത് ഇൻസൈറ്റിൻ്റെ കാജൽ വെച്ചാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുപ്പിയോളം ഇട്ട് കൊടുത്ത്, അതിൻ്റെ ഇടയിൽ കൂടെ പുട്ട് വിട്ട്, പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കമ്മൽ വിട്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ മുടി കെട്ടാനായിട്ട് പോയി. അപ്പം എനിക്ക് ആ കൂടെ ഒരേ ഒരു ഹെയർ സ്റ്റൈൽ അറിയത്തുള്ളൂ. ചുമ്മാ മുടി ഇങ്ങനെ കുളിപ്പിൻ്റെ കണക്ക് പിടിച്ചിട്ട് ഒരു ക്ലിപ്പ് ഇടാൻ. കോളേജ് പഠിക്കുമ്പോഴാണെങ്കിലും എവിടെ ആയാലും ഞാനൊരു ഹെയർ സ്റ്റൈൽ ചെയ്യത്തുള്ളായിരുന്നു. ഒന്നെങ്കിൽ പിന്നോ അല്ലെങ്കിൽ പോണിറ്റെയിൽ ഇടും, അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അങ്ങ് ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ. ഞാൻ പറഞ്ഞില്ലേ, തീരെ പെർഫെക്റ്റ് അല്ലാത്തൊരു ചടപടയെന്നുള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.